ഈ വാദം എടുത്തു വെച്ചിട്ടാണ് നമ്മുടെ നാട്ടിലെ ഹിന്ദുക്കളുടെയും ക്രിസ്ത്യാനികളുടെയും ഇടയിലേക്ക് മുസ്ലിം അപരമത വിദ്വേഷം, മുസ്ലിം വിദ്വേഷം പരത്തിക്കൊണ്ടിരിക്കുക. ഞാനിത് കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഞാനിത് ആളുകളോട് ചോദിക്കുന്നു, നിങ്ങൾക്കെന്താണ് ഇത്ര വലിയ വിരോധം? പറയുന്ന മുഴുവൻ ISISൻ്റെ കാര്യവും ജമാഅത്തെ ഇസ്ലാമിക്കാരൻ്റെ പ്രസ്താവനയുമാണ്. നമ്മൾ അവരോട് പറയാൻ ശ്രമിക്കുന്നു, നമ്മുടെ നാട്ടിലെ പരമ്പരാഗത സുന്നികൾ, അവർ 10 പേരിൽ 9 പേരും അവരാരും നിങ്ങളോടൊന്നും ചെയ്തില്ലല്ലോ. ഈ മതവാദം ഉന്നയിക്കുന്ന ആളുകൾ എത്രയുണ്ട്? ഇവരോട് ഫൈറ്റ് ചെയ്യുന്നത് നിൽക്കുന്ന ആരാണ്? ഈ മതവാദികളോട് യുദ്ധം ചെയ്യുന്നത്, ഈ പൊളിറ്റിക്കൽ ഇസ്ലാമിനോട് യുദ്ധം ചെയ്യുന്നത് നമ്മുടെ നാട്ടിലെ സാധാരണ മതവിശ്വാസികളായ മുസ്ലിങ്ങളാണ്. അതുകൊണ്ട് നിങ്ങൾ ദ്വേഷിക്കണമെങ്കിൽ, നിങ്ങൾ എതിർക്കണമെന്നുണ്ടെങ്കിൽ നമ്മുടെ നാട്ടിലെ സാധാരണ മുസ്ലിം മതവിശ്വാസി അല്ല നിങ്ങൾ എതിർക്കേണ്ടത്. ആ മുസ്ലിം മതവിശ്വാസത്തെ ദുരുപയോഗപ്പെടുത്തി അത് RSS BJPക്ക് വളമാക്കി മാറ്റാൻ ശ്രമിക്കുന്ന അതിനകത്തെ ആളുകളെയും അതുപയോഗിച്ചുകൊണ്ട് മനുഷ്യരെ തമ്മിലടിപ്പിക്കാൻ ശ്രമിക്കുന്ന ആളുകളെയുമാണ്. എനിക്ക് തോന്നുന്നു ഉത്തരേന്ത്യയിൽ, ഞാൻ കുറച്ച് മുമ്പേ ഉത്തരേന്ത്യയിൽ നിന്ന് വന്ന നിങ്ങളുടെ കുറച്ച് പ്രവർത്തകരോട് സംസാരിക്കണ്ടേ, അവരോട് ഞാൻ പറഞ്ഞത് ഇതാണ്: നമ്മൾ ശ്രദ്ധിച്ചിരിക്കേണ്ട ഒരു കാര്യം, നമ്മുടെ ഭരണഘടന വലിയ വെല്ലുവിളി നേരിടുന്നുണ്ട് എന്നുള്ളൊരു വസ്തുതയാണ്. ഈ വസ്തുതയ്ക്ക് മുമ്പിൽ നമുക്ക് ആശ്വസിക്കാനും നിരാശപ്പെടാനുമുള്ള കാരണങ്ങളുണ്ട്. ആശ്വസിക്കാനുള്ള കാരണം എന്നുള്ളത്, നമ്മുടെ നാട് ഇപ്പോഴും മതനിരപേക്ഷതയിൽ വിശ്വസിക്കുന്ന മനുഷ്യർക്ക് വലിയ ഭൂരിപക്ഷമുള്ള നാടാണിത്. നരേന്ദ്രമോദിക്കോ BJPക്കോ വോട്ട് ചെയ്ത എല്ലാവരും വർഗീയവാദികളാണെന്ന് നിങ്ങൾ വിചാരിക്കരുത്. അതല്ല അതിൻ്റെ വസ്തുത. നമ്മുടെ നാട്ടിൽ 37% ആളുകൾ നരേന്ദ്രമോദിക്കും BJPക്കും വോട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ അവരെല്ലാം 37%വും RSS BJPയുടെ അതേ ആശകളും ആകാംക്ഷകളും പ്രധാനമന്ത്രിയുടെ ഭാഷയിൽ പറഞ്ഞാൽ പിന്തുടരുന്നവരാണെന്ന് കരുതരുത്. മനുഷ്യർക്ക് വോട്ട് ചെയ്യാൻ വേണ്ടി പല കാരണങ്ങളുണ്ടാവും. നിങ്ങളിൽ തന്നെ ഇടതുപക്ഷത്തിന് വോട്ട് ചെയ്യുന്നവരുണ്ടാവും, കോൺഗ്രസ്സിന് വോട്ട് ചെയ്യുന്നുണ്ടാവും, മുസ്ലിം ലീഗിന് വോട്ട് ചെയ്യുന്നവരുണ്ടാവും, വേറെ ഏതെങ്കിലും കക്ഷികൾക്ക് വോട്ട് ചെയ്യുന്നത്, നിങ്ങൾക്ക് പല കാരണങ്ങളുണ്ടാകും. പക്ഷേ ഈ നാട് മതനിരപേക്ഷമായി നിലനിൽക്കണമെന്നുള്ള കാര്യത്തിൽ നിങ്ങൾക്കാർക്കും സംശയമില്ല. ഉത്തരേന്ത്യയിലെ മനുഷ്യരെ സംബന്ധിച്ചിടത്തോളം അവർ വോട്ട് ചെയ്യുന്നത് പല കാരണങ്ങൾ കൊണ്ടാണ്. പക്ഷേ നിങ്ങൾ ഓർക്കണം, എന്തുകൊണ്ടാണ് RSS BJP തെരഞ്ഞെടുപ്പിൽ വലിയ തിരിച്ചടി നേരിട്ടത് എന്നുള്ളത്. ആ തിരിച്ചടി നേരിട്ടത് ഏറ്റവും പ്രധാനപ്പെട്ട കാരണമായി പറയപ്പെടുന്നത് ഭരണഘടന അട്ടിമറിക്കാനുള്ള ശ്രമമാണ് RSS BJP നടത്തുന്നത്. അതുകൊണ്ടാണ് അവർ 400 സീറ്റ് ചോദിച്ചത്. 400 സീറ്റ് അവർ ജയിച്ചാൽ നമ്മുടെ ഭരണഘടന നൽകുന്ന എല്ലാ സംരക്ഷണങ്ങളും, നമുക്ക് സാധാരണ മനുഷ്യർ ദുർബലർക്ക് നൽകുന്ന സംരക്ഷണങ്ങളെല്ലാം ഇല്ലാതാകും എന്ന് മനസ്സിലാക്കിയ മനുഷ്യർ ചെറുത്തു നിന്നിട്ടാണ് നമ്മുടെ ഭരണഘടന ഇപ്പോഴും ആ രൂപത്തിൽ നിൽക്കുന്നത്. നമ്മുടെ ലോക്സഭയിൽ നരേന്ദ്രമോദിക്ക് സ്വന്തമായി ഭൂരിപക്ഷമില്ലാത്തത്. അതുകൊണ്ട് മതനിരപേക്ഷ ശക്തികൾ ഒരുമിച്ച് നിൽക്കുക. അതിൻ്റെ ഇടയ്ക്ക് മതവാദം കൊണ്ടുവന്ന് മതനിരപേക്ഷ ശക്തികളെ, വിശ്വാസികളെ ഭിന്നിപ്പിക്കാനും മതങ്ങൾ തമ്മിൽ സ്പർദ്ധയുണ്ടാക്കാനുമുള്ള വലിയ ശ്രമങ്ങൾ നടക്കുമ്പോൾ അതിനെ തിരിച്ചറിയുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. എനിക്ക് സുന്നി സംഘടനകളോടുള്ള ഒരു പരിഭവം എന്നുള്ളത് നിങ്ങൾ സംസാരിക്കാറില്ല എന്നുള്ളതാണ്. എന്നെ ഈ മീറ്റിങ്ങിലേക്ക് ക്ഷണിച്ച്, യോഗത്തിലേക്ക് ക്ഷണിച്ചപ്പം അദ്ദേഹത്തോട് ഞാൻ പറഞ്ഞു, ഞാൻ വളരെ സന്തോഷത്തോടുകൂടി വരും, കാരണം എനിക്ക് നിങ്ങളോട് ചില കാര്യങ്ങൾ പറയാനുണ്ട്. ഇന്നലെ AP അബൂബക്കർ മുസ്ലിയാരുടെ 2 പ്രസ്താവനകൾ ഞാൻ ശ്രദ്ധിച്ചു. അത് എന്നെപ്പോലെയുള്ള മനുഷ്യർക്ക് വളരെ ആശ്വാസമുള്ള കാര്യമാണ്. ഒന്ന്, അദ്ദേഹം പറഞ്ഞത് ബംഗ്ലാദേശിലെ സർക്കാർ അവിടുത്തെ ന്യൂനപക്ഷങ്ങളെ ആക്രമിക്കുന്നത് നിർത്തണം, ന്യൂനപക്ഷങ്ങളെ സംരക്ഷിക്കുക എന്നുള്ള സർക്കാരിൻ്റെ ഉത്തരവാദിത്തമാണ്. ഇത് ഈ കേരളത്തിൽ ഇപ്പോൾ പുതുതായിട്ടുണ്ടാക്കിയിരിക്കുന്ന ഈ ക്രിസ്ത്യൻ വർഗീയവാദികളോട് ഞാൻ നിരന്തരം പറയുന്ന കാര്യമാണ്. ഒരു ജനാധിപത്യ സർക്കാരിൻ്റെ ഉത്തരവാദിത്തമാണ് ന്യൂനപക്ഷങ്ങളെ സംരക്ഷിക്കുക എന്നുള്ളത്. അത് ഇന്ത്യയിലായാലും ശരി, ബംഗ്ലാദേശിലായാലും ശരി. ബംഗ്ലാദേശിൽ ഒരു മതനിരപേക്ഷ സർക്കാർ അവിടുത്തെ ന്യൂനപക്ഷങ്ങൾക്ക് ഇന്ത്യയിലെ ന്യൂനപക്ഷങ്ങൾ കിട്ടുന്നത് പോലെ സംരക്ഷണം കൊടുത്തുകൊണ്ടിരുന്നതാണ്. അവിടെ ഒരു മതവാദി സർക്കാർ അല്ലെങ്കിൽ ജമാഅത്തെ ഇസ്ലാമിൻ്റെ പിന്തുണയോടുകൂടിയ ഒരു പിന്തിരിപ്പൻ സർക്കാർ വന്നതോടുകൂടി അവിടുത്തെ മതന്യൂനപക്ഷങ്ങൾ വലിയ തോതിൽ ആക്രമണത്തിനിരയാവുകയാണ്. ഇന്ത്യയിൽ നിന്നൊരു മുസൽമാൻ്റെ ശബ്ദം അതിനെ ഉയരുകയാണ്. ചെറിയ കാര്യമല്ലത്. ഇന്ത്യയിലെ ഭരണഘടനയനുസരിച്ച് ഇന്ത്യയിലെ ന്യൂനപക്ഷങ്ങൾക്ക് മാത്രം കിട്ടേണ്ട ഒന്നല്ല സമാധാനപരമായി ജീവിക്കാനുള്ള അവകാശം. അതിനുള്ള അവകാശം ബംഗ്ലാദേശിലെ ന്യൂനപക്ഷങ്ങൾക്കുമുണ്ട്. അത് ഒരു ഇന്ത്യൻ മുസൽമാൻ്റെ ഒരു നേതാവ് എണീറ്റ് സംസാരിക്കുമ്പോൾ അതിന് വലിയ വിലയുണ്ട്. ആ വിലയുണ്ട്, നമ്മൾ മനസ്സിലാക്കണം. രണ്ടാമത്തെ കാര്യം, നമുക്കറിയാം, നമ്മുടെ നാട്ടിൽ എല്ലാത്തരം മനുഷ്യരുണ്ട്. ഈ മനുഷ്യർ അവരവരുടേതായ മതവിശ്വാസങ്ങളും ആചാരങ്ങളും കൊണ്ടു നടക്കുന്നുണ്ട്. അവർക്ക് അവരുടേതായ ആഘോഷങ്ങളുണ്ട്. ഈ ആഘോഷങ്ങളോടൊക്കെ ഒരു ബഹുമാനത്തോടു കൂടിയ ഒരു നിലപാടാണ് നമ്മുടെ നാട്ടിൽ എല്ലാ കാലത്തും സ്വീകരിച്ചിട്ടുണ്ടായിരുന്നത്. പക്ഷേ നമ്മുടെ ഈ സാഹോദര്യത്തിൽ വിഷം കലക്കാൻ ഇതേ മതജീവികൾ ഇറങ്ങിയിട്ടുണ്ട്.
ഇപ്പം ഞാൻ കഴിഞ്ഞ ദിവസം കണ്ടത് പിന്നെ ക്രിസ്മസ് കേക്ക് വാങ്ങുമ്പോൾ മുസ്ലിമിൻ്റെ കടയിൽ നിന്ന് വാങ്ങരുത് എന്ന് പറയുന്ന ക്രിസ്ത്യൻ പുരോഹിതന്മാരുടെ വോയിസ് നോട്ട് എൻ്റെ കയ്യിലുണ്ട്. അതിഭീകരമായി വർഗീയവൽക്കരിക്കാനുള്ള ശ്രമം എന്താണ് ഇവർ കണക്കാക്കുന്നത്? അപ്പോഴാണ് ഇന്നലെ AP ഉസ്താദ് പറയുന്നത് മറ്റ് ക്രിസ്മസ് ആഘോഷങ്ങളിൽ നിന്ന് ആശംസ നേരിടുന്ന അനിസ്ലാമികമായിട്ടൊന്നുമില്ല, അത് നമ്മുടെ സഹോദരനാണ്, അയാളുടെ സന്തോഷത്തിൽ പങ്കുചേരുക. അതിൻ്റെ അർത്ഥം ക്രിസ്ത്യൻ വിശ്വാസം അതല്ലെങ്കിൽ യേശുക്രിസ്തുവിനെക്കുറിച്ചുള്ള ക്രിസ്ത്യൻ വിശ്വാസം മുഴുവൻ ഒരു മുസ്ലിം അംഗീകരിക്കുന്നു എന്നല്ല. ഇസ്ലാമിന് യേശുക്രിസ്തുവിനെക്കുറിച്ച് ഇസ്ലാമിൻ്റേതായ വ്യാഖ്യാനമുണ്ട്. ആ വ്യാഖ്യാനം മുഴുവൻ എടുത്ത് കൊട്ടയ്ക്കകത്തിട്ടിട്ടല്ല ഒരു മെറി ക്രിസ്മസ് ഒരു ഇസ്ലാം പറയുന്നത്. അടുത്തുള്ള സഹോദരനോട് കാണിക്കുന്ന സ്നേഹം, ഒരുമിച്ച് ജീവിക്കേണ്ടതിലുള്ള അനിവാര്യമായ കാര്യം. അദ്ദേഹം ഈ 2 കാര്യങ്ങളും പറഞ്ഞപ്പോൾ എനിക്ക് വളരെ സന്തോഷം തോന്നി. എന്നെപ്പോലെയുള്ള മനുഷ്യർ നിരന്തരം പറഞ്ഞുകൊണ്ടിരിക്കുന്നത്, അതായത് ക്രിസ്ത്യാനികൾക്കിടയിലും മുസ്ലിങ്ങൾക്കിടയിലും പുതുതായിട്ടുണ്ടായ വർഗീയവാദികൾ നിരന്തരം നടത്തിക്കൊണ്ടിരുന്ന ആക്ഷേപങ്ങൾക്ക് മറുപടിയാണ് ഇന്നത്തെ AP ഉസ്താദിൻ്റെ ഒരൊറ്റ പ്രസംഗം. ഈ വർത്തമാനം പക്ഷേ ഇവരൊക്കെ വല്ലപ്പോഴും സംസാരിക്കുള്ളൂ, അതാണ് പ്രശ്നം. AP ഉസ്താദ് 6 മാസം കൂടുമ്പോൾ ഒരു പ്രസ്താവന ഇറക്കൂ, ജിഫ്രി തങ്ങൾ അതേ പറയൂ, വല്ലപ്പോഴും മാത്രമേ സംസാരിക്കൂ. അതുകൊണ്ട് എന്താണ്, ജമാഅത്തെ ഇസ്ലാമി കൊടുക്കുന്ന ഇസ്ലാമിൻ്റെ വ്യാഖ്യാനമാണ് ഈ സമൂഹത്തിൽ ഏറ്റവും കൂടുതൽ ആളുകൾ കേൾക്കുന്നത്. അവരല്ല ഇന്ത്യയിലെ ഇസ്ലാം എന്ന് എന്നെപ്പോലെയുള്ള മനുഷ്യർ എത്ര കാര്യം പറഞ്ഞിട്ടും കാര്യമില്ല. ഉസ്താദിൻ്റെ ഒരൊറ്റ പ്രസ്താവനയ്ക്ക് എന്നെപ്പോലെയുള്ള 1 ലക്ഷം മനുഷ്യർ 1 ലക്ഷം ദിവസം നിന്ന് സംസാരിക്കുന്നതിൻ്റെ ബലമുണ്ട്. ആ ബലമാണ് കേരളത്തിലെ സുന്നി സമൂഹം, ഇന്ത്യയിലെ സുന്നി സമൂഹം, പരമ്പരാഗത മുസ്ലിം സമുദായം പുലർത്തേണ്ടത് എന്ന ഉറച്ച വിശ്വാസമാണ് എനിക്കുള്ളത്. 14 നൂറ്റാണ്ടായി കേരളത്തിൽ ഇസ്ലാം വന്നിട്ട്, 14 നൂറ്റാണ്ട്. ഈ കാലം 14 നൂറ്റാണ്ട് എന്ന് പറയുന്നത് ചെറിയ സമയമല്ല. ഈ സമയത്തിനുള്ളിൽ സ്വന്തം വിശ്വാസം ഉറപ്പിച്ച് നിർത്തിക്കൊണ്ട് തന്നെ എങ്ങനെയാണ് ഒരു ബഹുസ്വര സമൂഹത്തിൽ ജീവിക്കേണ്ടത് എന്നുള്ളതിനെക്കുറിച്ച് കേരളത്തിലെ സുന്നികൾക്ക് നല്ല ധാരണയുണ്ട്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, നിങ്ങളെ വർഗീയവൽക്കരിക്കാനുള്ള ഏത് ശ്രമവും നിങ്ങൾ ചെറുത്ത് നിൽക്കുന്നുണ്ട്, പക്ഷേ നിങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് മറ്റു സമുദായങ്ങളെ വർഗീയവൽക്കരിക്കാനുള്ള ശ്രമം ഗൗരവമായി നടക്കുന്നുണ്ട്. ഞാൻ ഇതിനെക്കുറിച്ച് വളരെ കാലമായി എഴുതിക്കൊണ്ടും പറഞ്ഞുകൊണ്ടിരിക്കുന്ന ആളാണ്. അപ്പോൾ ഇന്ന് എന്നോട് പറഞ്ഞു, ഈ പ്രസംഗത്തിൽ, ഉസ്താദിൻ്റെ പ്രസംഗത്തിൽ ഈ ഭാഗം അദ്ദേഹം ഉറപ്പിച്ച് പറഞ്ഞിരുന്നു എന്ന് ഞാൻ ഇന്ന് ഒരാളെന്നോട് പറഞ്ഞു. ഞാൻ പത്രത്തിൽ വായിച്ചതല്ല, ഇന്ന് എന്നോട് പറഞ്ഞു, ഇന്നലെ AP ഉസ്താദിൻ്റെ പ്രസംഗത്തിൽ ഇത് സൂക്ഷിക്കണം എന്ന് പറഞ്ഞു. അതായത് മുസ്ലിം സമുദായത്തിലെ വളരെ ചെറിയ ന്യൂനപക്ഷം നൽകുന്ന വ്യാഖ്യാനമാണ് ഇസ്ലാമിൻ്റെ വ്യാഖ്യാനം എന്നുള്ള തരത്തിൽ ഇസ്ലാമിനെക്കുറിച്ചുള്ള, മുസ്ലിങ്ങളെക്കുറിച്ചുള്ള, നമ്മുടെ നാട്ടിലെ പൗരന്മാരെക്കുറിച്ചുള്ള തെറ്റായ വികലമായ വ്യാഖ്യാനങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് നമ്മുടെ നാട്ടിലെ വർഗീയവൽക്കരിക്കാനുള്ള വലിയ ശ്രമം നടക്കുന്നുണ്ട്. ഈ ശ്രമത്തിനെതിരെ ഉറച്ച് സംസാരിക്കാൻ വേണ്ടി നിങ്ങളൊക്കെ തയ്യാറാവണം എന്നുള്ളതാണ് എൻ്റെ ആവശ്യം. ഞാൻ ടെലിവിഷൻ ചർച്ചകളിൽ വളരെ ഗൗരവമായി ഒരിക്കൽ പങ്കെടുത്തിരുന്ന ആളാണ്. ഞാൻ തുടങ്ങിയത് മീഡിയ വണ്ണിലെ ചർച്ചകൾ സംസാരിച്ചിട്ടാണ്. എൻ്റെ സുഹൃത്തുക്കളായ പത്രപ്രവർത്തകർ മീഡിയ വണ്ണിലുണ്ടായിരുന്നു. അവരാണ് ആദ്യമായിട്ട് എന്നെ ചർച്ചയ്ക്ക് ക്ഷണിച്ചത്. ഞാൻ മിക്കവാറും ദിവസങ്ങളിൽ മീഡിയ വണ്ണിലെ ചർച്ചകളുണ്ടായിരുന്നു. പിന്നീട് ഞാനും ഈ കൂട്ടത്തിലുള്ള ആളായിരുന്നു. എന്തായാലും ജമാഅത്തെ ഇസ്ലാമി പറയുന്നത് എന്നുള്ളതിനെക്കുറിച്ച് കൃത്യമായ ധാരണയുള്ള ആളായിരുന്നില്ല. നരേന്ദ്രമോദിയുടെ സർക്കാരിൻ്റെ കീഴിൽ ന്യൂനപക്ഷങ്ങൾ ആക്രമിക്കപ്പെടുന്നു എന്നുള്ള ഒരു ധാരണയുടെ പുറത്ത് എല്ലാ മുസ്ലിമുകളും എനിക്കൊരുപോലെ ആയിരുന്നു. വളരെ ശേഷമാണ് എനിക്കത് മനസ്സിലായി തുടങ്ങി. ഇപ്പോൾ റിസാലക്കാർ ചർച്ചയ്ക്ക് എപ്പോൾ വിളിച്ചാലും ഞാൻ പോകും, മീഡിയ വിളിച്ചാൽ ഞാൻ പോകാറില്ല. കാരണം എനിക്കത് ഏകദേശം ഒരു ധാരണയായി. ഈ ധാരണ ഉണ്ടാകണമെന്ന്, ഞാനൊരു പത്രപ്രവർത്തകനായിട്ട് കൂടി എനിക്ക് ഇത്ര സമയമെടുത്തെങ്കിൽ സാധാരണ നമ്മുടെ നാട്ടിലെ ക്രിസ്ത്യാനികൾക്കും ഹിന്ദുക്കൾക്കും എത്ര സമയമെടുക്കുമെന്ന് നിങ്ങൾ ആലോചിക്കണം. അതുകൊണ്ട് ഇത്തരം ചർച്ചകൾ നിങ്ങൾ ഈ സമൂഹത്തിൽ മാത്രമാക്കി ചുരുക്കാതെ നിങ്ങളുടെ നേതാക്കന്മാർ, സമുദായ നേതാക്കന്മാർ ഉറച്ച് ഇത്തരം കാര്യങ്ങൾ പറയേണ്ടതുണ്ട്. ഇത് പറഞ്ഞാൽ ഇസ്ലാമിനെക്കുറിച്ചുള്ള തെറ്റിദ്ധാരണ ഉണ്ടാക്കാനുള്ള, ഇസ്ലാമിനെ ചൂണ്ടിക്കാണിച്ച് ഹിന്ദുവിനെയും ക്രിസ്ത്യാനിയെയും വർഗീയവൽക്കരിക്കാനുള്ള ശ്രമങ്ങൾക്ക് തടയിടാൻ അങ്ങനെയേ പറ്റൂ. നിങ്ങൾ സംസാരിക്കണം. 14 നൂറ്റാണ്ടായിട്ട് ഒരു ബഹുസ്വര സമൂഹത്തിൽ സമാധാനപരമായി ജീവിച്ചു കൊണ്ടിരിക്കുന്ന നമ്മുടെ നാട്ടിലെ പരമ്പരാഗത ഇസ്ലാം മതവിശ്വാസികൾ ഞങ്ങളുടെ ഇസ്ലാം ഇതാണ് എന്ന് ഉറപ്പിച്ച് പറയുന്നതോടുകൂടി തീരുന്നതേ ഉള്ളൂ ഈ വർഗീയവാദികളുടെ ഈ കിടന്നുള്ള ഇപ്പോഴത്തെ ഈ തുള്ളൽ. നമ്മളത് മനസ്സിലാക്കേണ്ടതുണ്ട്. ഇപ്പോൾ ഞാൻ ഇടതുപക്ഷ രാഷ്ട്രീയത്തോട് ചേർന്ന് നിൽക്കുന്നൊരു മനുഷ്യനാണ്. പക്ഷേ എന്നെപ്പോലും അസ്വസ്ഥപ്പെടുന്ന ഒരു കാര്യം, ഇടതുപക്ഷ രാഷ്ട്രീയ പാർട്ടികൾ പോലും നിങ്ങൾ നടത്തുന്ന ചെറുത്തുനിൽപ്പിനെ, ഇസ്ലാമിനെക്കുറിച്ചുള്ള തെറ്റായ ധാരണകൾ പുലർത്തുന്ന മതവാദികൾക്കെതിരെ നിങ്ങൾ നടത്തുന്ന
പ്രചരണത്തെ അത് വേണ്ടത്ര ഗൗരവത്തോടുകൂടി പരിഗണിക്കുന്നില്ല എന്നുള്ള പരാതി ഞാൻ അവരോടും പറഞ്ഞിട്ടുണ്ട്. അവരാണ് മനസ്സിലാക്കേണ്ടത്. കേരളത്തിലെ മുസ്ലിം മതനിരപേക്ഷ മുസ്ലിമാണ്. ഞാനത് ഒരിക്കൽ കുറച്ച് കടത്തിക്കൂടി പറഞ്ഞു. മുസ്ലിം ലീഗ് മതനിരപേക്ഷമായതുകൊണ്ടല്ല കേരളത്തിലെ മുസ്ലിങ്ങൾ മതനിരപേക്ഷരായിരിക്കുന്നത്. കേരളത്തിലെ മുസ്ലിങ്ങൾ മതനിരപേക്ഷരായതുകൊണ്ട് അവരുടെ പാർട്ടി മതനിരപേക്ഷ പാർട്ടിയാകുന്നു എന്നുള്ളതാണ്. മുസ്ലിങ്ങളുടെ വളരെ ചെറിയ ഒരു ശതമാനം ഒഴികെ ബാക്കിയുള്ള ഇന്ത്യൻ മുസ്ലിങ്ങൾ, കേരളത്തിലെ മുസ്ലിങ്ങൾ മതനിരപേക്ഷത ഉറച്ചു നിൽക്കുകയും മറ്റ് സമുദായങ്ങളിലെ മതനിരപേക്ഷ മനുഷ്യരുമായി ചേർന്ന് നിൽക്കുകയും ചെയ്യുന്നത് കൊണ്ടാണ് കേരളം ഇപ്പോഴും ഒരു മതനിരപേക്ഷ നാടായി നിൽക്കുന്നത്, ഇന്ത്യ ഇപ്പോഴും നിൽക്കുന്നത്. അതുകൊണ്ട് മതനിരപേക്ഷതയ്ക്കെതിരായിട്ടുള്ള ശബ്ദങ്ങളെ ഇസ്ലാമിനെ ഉപയോഗിച്ചുകൊണ്ട് വർഗീയത വളർത്താനുള്ള മറ്റുള്ളവരുടെ ശ്രമങ്ങളെ നമ്മളൊക്കെ കരുതിയിരിക്കേണ്ടതുണ്ട്. അങ്ങനെ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ബംഗ്ലാദേശിൽ നടക്കുന്നത് നമ്മുടെ നാട്ടിൽ നടക്കും. നമുക്കത് അംഗീകരിക്കാൻ പാടില്ല, അത് നടക്കാൻ പാടില്ല എന്നുള്ളത് കൊണ്ടും അത് നടക്കാൻ ഒരു കാരണവശാലും ഈ നമ്മുടെ നാട്ടിൽ നടക്കാൻ പാടില്ല എന്നുള്ളത് കൊണ്ടാണ് നമ്മൾ അങ്ങനത്തെ ഒരു ഭരണഘടന നമ്മൾ സൃഷ്ടിച്ചു വച്ചിരിക്കുന്നത്. ഈ ഭരണഘടനയുടെ സംരക്ഷണം എന്നുള്ളത് നമ്മൾ നടത്തേണ്ടത് നമ്മുടെ നാട്ടിലെ മതനിരപേക്ഷ ജനാധിപത്യ ശക്തികളോടൊപ്പം നിന്നാണ്. അതല്ലാതെ ഏതെങ്കിലും മതവാദി സംഘടനയോടൊപ്പം നിന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളുടെ പോരാട്ടങ്ങൾ പോലും RSS BJPക്കും അവരുടെ പിണിയാളുകൾക്കും ആയുധമാവുകയേ ഉള്ളൂ. എനിക്കത് നിങ്ങളോട് പറയേണ്ടതില്ല. എനിക്ക് ഈ സമുദായത്തെ വിശ്വാസമാണ്. പക്ഷേ പ്രശ്നം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളെക്കുറിച്ചുള്ള പൊതുസമൂഹത്തിൽ നടക്കുന്ന തെറ്റായ ധാരണകൾ തിരുത്തി കുറിക്കാനുള്ള ഒരു പ്രചരണ പരിപാടി നിങ്ങൾ നടത്തേണ്ടതുണ്ട്. ഈ വലിയ സമുദായത്തെ ഉപദേശിക്കുക ഞാൻ ആളല്ല. പക്ഷേ എൻ്റെ ഒരു ആവശ്യം ഞാൻ നിങ്ങളുടെ മുമ്പിൽ വെക്കുകയാണ്. ഇത് നിങ്ങൾ ഉറച്ച് സംസാരിച്ചില്ല എങ്കിൽ നിങ്ങളെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട്, നിങ്ങൾ സ്വന്തം ജീവിതവും വിശ്വാസവുമായി നടക്കാൻ നിങ്ങളെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട്, നിങ്ങളെ വർഗീയവാദികളാക്കിക്കൊണ്ട് മറ്റ് സമുദായങ്ങളെ വർഗീയവൽക്കരിക്കുകയും നമ്മുടെ നാട്ടിലെ അസമാധാനത്തിലേക്ക് തള്ളിക്കളയും അതിലൂടെ അധികാരം പിടിക്കാനുള്ള ശ്രമം നടത്തുകയും ചെയ്യുന്ന ആളുകൾ നമുക്കിടയിലുണ്ട്. അവരെ കരുതിയിരിക്കുക, അവർക്കെതിരെ സംസാരിക്കുന്ന ശക്തികൾക്കൊപ്പം നിന്നുകൊണ്ട് നമ്മുടെ ഭരണഘടനയെ സംരക്ഷിക്കാനുള്ള വലിയ സമരത്തിൽ പങ്കാളികളാകുക എന്നുള്ള ഒരൊറ്റ ആവശ്യം മാത്രം നിങ്ങളുടെ മുമ്പിൽ വെച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. എന്നെ കേട്ടതിന് വളരെ നന്ദി. നമസ്കാരം.